ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീൻപീരയാണ്. അപ്പോൾ നമുക്ക് മീൻപീര എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് നമുക്ക് കുറച്ച് കൊഴുവ കഴുകിയെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിനു വേണ്ടിയുള്ള ഇഞ്ചി കട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ചുവന്നുള്ളിയും പിന്നെ കുറച്ച് പച്ചമുളകും കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക ആദ്യം തന്നെ. ഇനി നമുക്ക് കുറച്ച് കാന്താരിമുളകും ചുവന്നുള്ളിയും കുറച്ച് കറിവേപ്പിലയുടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് മീൻപീര ഉണ്ടാക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ചട്ടി എടുത്തിട്ട് അതിലേക്ക് മീൻ എടുത്ത് മാറ്റി വയ്ക്കുക. ഇനി ഒരു 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കുടംപുളി, പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ചുവന്നുള്ളിയും മുളകും ഇട്ട ആ മിക്സ്, പിന്നെ നമ്മൾ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത ആ തേങ്ങ, അതെല്ലാം കൂടെയും ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചുവന്നുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടാൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടെയും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടുപ്പത്ത് ഇത് വേവിക്കാനായിട്ട് വയ്ക്കണം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മീൻപീര ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാവാൻ വയ്ക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇത് ഓഫ് ചെയ്ത് നേരത്തെ ഉണ്ടാക്കി വെച്ച മീൻപീരയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ മീൻപീര നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മീൻപീര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ മീൻപീര ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. സോ ജസ്റ്റ് ട്രൈ ഇറ്റ്. And everyone, thanks for watching. Please like, share, comment and subscribe.